ഇത് നമുക്ക് നല്ലൊരു അച്ചാർ, ഒരു അടിപൊളി ബീഫ് അച്ചാർ. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് 1 കിലോ ബീഫ് എടുത്തിട്ട് നന്നായി ചെറുതായി നുറുക്കണം. നമ്മൾ അച്ചാറിനാണെന്ന് പറഞ്ഞിട്ട് ബീഫ് വാങ്ങണം, എല്ലൊന്നും ഇല്ലാതെ ഇതേപോലെ ചെറുതായി നുറുക്കിയത് നല്ലോണം കഴുകിയിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക. തിരുമ്പിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് 2 വിസിൽ വന്നാൽ മതി, കൂടുതൽ വരണ്ട. നല്ലോണം വെന്തുടയൊന്നും വേണ്ട, 2 വിസിൽ വരുന്നവരൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം വേണ്ട, എന്നാലും കുറച്ച് വേണ്ടേന്. ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് വിസിൽ വരാം. അപ്പോൾ നമ്മൾ അടുപ്പത്താണ് വെച്ചിട്ട് ഇതുണ്ടാക്കണമെന്ന് വെച്ചെങ്കിലും നല്ലോണം കൈ വെക്കുമ്പോൾ ഒന്ന് ഉടഞ്ഞാൽ മതി, കൂടുതൽ വേവണ്ട. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്, 2 വിസിലേ വന്നിട്ടുള്ളൂ. ഇതേപോലെ ആയിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ, പെട്ടെന്ന് കഴിക്കണവരെ വെച്ചെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ ഇത് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലെണ്ണ ഒഴിച്ചിട്ട്, നല്ലെണ്ണ ചൂടായാൽ നമുക്ക് ഈ വെള്ളവും ഈ ബീഫും കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം അത് വെന്തിട്ടാണ് നിങ്ങൾക്ക് കുക്കറിൽ നിന്ന് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം മാറ്റിയിട്ട് ഈ ഇറച്ചി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ 2 വിസിലാകുമ്പോൾ കൂടുതലൊന്നും വെന്തിട്ടില്ല, അപ്പോൾ അതാണ് വെള്ളം കൂടി ഒഴിക്കുന്നത്. അപ്പം ഇതേപോലെ ആക്കിയെടുക്കണം. നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ പൊരിച്ച പോലെ നമുക്ക് ബീഫ് ആക്കിയെടുക്കണം. ഒന്നും കൂടി ഡ്രൈ ആയാലും നമുക്ക് അതിൻ്റെ മസാല ഒക്കെ അതിലേക്ക് നമുക്ക് കിട്ടും. ഇതേപോലെ ആവണം. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണിത്. ടേസ്റ്റും അങ്ങനെ തന്നെ, നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. നമുക്ക് ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ബീഫ് വരട്ടി കൊണ്ടുപോകണാട്ടി നല്ലത് ഇങ്ങനെ അച്ചാറിട്ട് കൊണ്ടുപോയാൽ നമുക്ക് കുറച്ച് നാളിരിക്കും. ബീഫൊക്കെ വരട്ടി കൊണ്ടുപോയാൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് കുറേ നാളിരിക്കും. ഞാൻ ആ ഉരുളിയിൽ തന്നെ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല, ഒരു 2 പിടി വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ട്, നല്ലോണം അരയൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൊരിയണം. ഈ ചതച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് മൊരിഞ്ഞ പോലെ ആവണം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂണ് പെരുംജീരകം ഒന്ന് ചതച്ചെടുക്കുക, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മൊരിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി, പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് അച്ചാർ പൊടി. ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പച്ചമണം പോകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതേപോലെ ആക്കിയെടുക്കുക. ചതച്ചത് നല്ലോണം മൊരിയണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം മൊരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. മസാല ഇതേപോലെ വറുത്തെടുത്താൽ നമുക്ക് അതിലേക്ക് വേണ്ടത് സുർക്ക, പച്ചവെള്ളം, തിളപ്പിച്ച വെള്ളം ഒന്നും ഒഴിക്കരുത്, സുർക്ക മാത്രം മതി. സുർക്ക ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബീഫും കൂടി നമുക്ക് എണ്ണയിൽ വരട്ടിയെടുക്കുമ്പോൾ തന്നെ അത് നല്ലോണം വെന്തുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ എരിവൊക്കെ പാകാൻ നോക്കാം. ഇങ്ങനെ ഈ അളവിൽ വെക്കുക വെച്ചെങ്കിൽ എന്തായാലും ഇതൊക്കെ പാകമാണ്. ഇനി ഒന്ന് നോക്കിയിട്ട് കുറവാന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.